Good morning all. നമ്മുടെ ആൻഡമാൻ്റെ സെക്കൻഡ് ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ അതേ സമയം 4:30 ആയിട്ടേ ഉള്ളൂ. 4:30 ആകുമ്പോൾ തന്നെ ഇവിടുന്ന് ഹാവ്ലോക്കിലോട്ട് നമ്മൾ പുറപ്പെടുവാണ്. അപ്പോൾ 6 മണിക്കാണ് ഹാവ്ലോക്കിൽ നിന്നുള്ള ക്രൂയിസ്. പക്ഷെ നമ്മൾ ഇച്ചിരി നേരത്തെ പുറപ്പെടുകയാണ്. ഏകദേശം 1 മണിക്കൂറോളം അവിടെ വരെ ചെല്ലാനായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ക്രൂയിസ് ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം എക്സാക്ട്ലി സെയിം ആണ്, ലൈക്ക് എയർപോർട്ട് പോലെ തന്നെയാണെന്ന് പറഞ്ഞേ. അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് നേരത്തെ പുറപ്പെടുവാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് കിളിയില്ലാതെയാണ് നിൽക്കുന്നത്, കാരണം കണ്ണൊക്കെ താന്നാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ ചെന്ന് നമ്മൾ നേരെ ഹോട്ടൽ ചെക്കിംഗ് ആണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അവിടുത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളും സൈറ്റ് സീയിങ്ങും ഒക്കെ പോകുന്നത്. നമുക്ക് തുടങ്ങിയാലോ? ബാ. അങ്ങനെ ഞങ്ങൾ പോർട്ട് ബ്ലെയറിൽ നിന്ന് ഹാവ്ലോക്കിലോട്ടുള്ള ക്രൂയിസിൽ കയറിയിരിക്കുക കേട്ടോ. അപ്പൊ ഇനി ഇവിടുന്ന് ഏകദേശം 1.5 മണിക്കൂറുണ്ട് ഹാവ്ലോക്കിലോട്ട് വരെ. അപ്പം ഇതിന് പുറത്തേക്കൊന്നും ഇറങ്ങത്തില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾ എന്തായാലും ക്രൂയിസ് നൈസായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഉണ്ട്, നമ്മുടെ ടീംമേറ്റ്സ് എല്ലാവരും ഉണ്ട്. ഹൈ പറ. ഞങ്ങൾ ഇനിയിപ്പം ഈ ക്രൂയിസിലാണ്. ക്രൂയിസ് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം സീറ്റിങ് കാര്യങ്ങൾ, പിന്നെ എല്ലാം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളെല്ലാം ലൈക്ക് എയർപോർട്ടിലെ പോലെ തന്നെയാണ്. ഞങ്ങൾ ഡ്രോൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡ്രോൺ കൊണ്ടുവന്നപ്പോൾ അവിടെ സെക്യൂരിറ്റി ചെക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചത്, ഇനി വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്. 250 ഗ്രാമിന്റെ താഴെ ഉള്ളതായിരിക്കണം, എങ്കിൽ മാത്രമേ അലോ ചെയ്യുള്ളൂ. അതുമല്ല നമ്മുടെ അവര് റിസീവ് ചെയ്യും. ഈ ഐലൻഡിൽ നിന്ന് അപ്പുറത്തെ ഐലൻഡിൽ വരുമ്പോൾ അത് നമ്മുടെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അപ്പൊ അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ഇവിടുത്തെ സെക്യൂരിറ്റീസ് തന്നെ ഡ്രോൺ മേടിച്ചിട്ട് അവർ നമുക്ക് അവരുടെ സ്റ്റാഫിലേക്ക് കൊടുത്തിട്ട്, ഇതൊരു ഡിഫൻസ് ഏരിയ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്നും പറത്താതെ ഒക്കെ ഇരിക്കാനായിട്ട്, എന്നിട്ട് അവർ ഹാവ്ലോക്കിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യും. 250 ഗ്രാമിൽ താഴെ ആയിരിക്കണം നിർബന്ധമുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ വീഡിയോഗ്രാഫിക്കൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ഡ്രോണുകൾ മാത്രമാണ് അലോ ചെയ്യുന്നുള്ളൂ. ഒരു ടീ കോഫി കോർണർ, അത് സംഭവങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം സാധനങ്ങളൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് മേടിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ട് ഇത് 3-4 കാറ്റഗറിയിലാണ് ഈ ഒരു ക്രൂയിസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ക്ലാസിക് ക്രൂയിസാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ മുകളിലാണെങ്കിൽ പ്രീമിയം ഡിലക്സും ഒക്കെ ഉണ്ട്. അത് കുറച്ചുകൂടെയൊക്കെ സൗകര്യമുള്ളതാണെന്ന് തോന്നുന്നു. എനിക്ക് എന്നിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ കാണാമെന്ന് തോന്നുന്നു. അപ്പോൾ കൂടുതൽ ആളുകളും ഇവിടെ കുറേ പേരൊക്കെ കണ്ണടച്ചിരിക്കുമോ, കാരണം സിക്ക് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണെന്നാണ് പറഞ്ഞത്. നമ്മൾ വേണ്ട ഹാവ്ലോക്ക് ഐലൻഡിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മൾ അവിടെ എത്തും. അപ്പോൾ എത്തുന്നതിൻ്റെ ഒരു ഷോറിൻ്റെ കാഴ്ചകളൊക്കെ കേട്ടോ. നിറയെ ബോട്ടുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. നമ്മളപ്പോൾ എത്തുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ എല്ലാവരും ക്യാമറ ഒക്കെ പിടിച്ച് അത് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് കാണാൻ പറ്റുന്നത്. ഹാവ്ലോക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഐലൻഡ്. നമുക്ക് ഇന്ന് അവിടെ കേട്ടോ സ്റ്റേ ചെയ്യാം. നമ്മളിന്ന് ഹാവ്ലോക്കിലെ ഒരു 1 ഡേ സ്റ്റേ നമുക്ക് നമ്മുടെ ഗ്രൂപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതവർ ലാൻഡിങ്ങിന് വേണ്ടി പ്രിപ്പയർ ആകുന്ന കേട്ടോ. അവർ വലിയ വടവും കാര്യങ്ങളും ഒക്കെ ഇട്ട് ലാൻഡിങ്ങിന് വേണ്ടി പ്രിപ്പയർ ആകുന്ന ഭാഗമാണ്. ഈ വരുന്ന ആളെ കണ്ടോ, കറുത്ത ഉടുപ്പിട്ടത്, പുള്ളി കൊച്ചിക്കാരനാണ് കേട്ടോ. പുള്ളി കുറേ വർഷങ്ങളായിട്ട് ഇവിടെയുള്ള ആളാണ്. അപ്പം പുള്ളി കൊച്ചിക്കാരനാണ്. പുള്ളി ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ ജോലി എന്താണെന്ന് പറയും, ക്രൂ മെമ്പറാണ് ആക്ച്വലി. അപ്പോൾ അദ്ദേഹം ക്രൂ മെമ്പറാണ്. അപ്പം ഞങ്ങൾ ചോദിച്ചു അതിൻ്റെ അകത്തേക്ക് കിടത്താവുന്നത്, പക്ഷെ അവർ പറഞ്ഞു കിടത്തില്ല, വേഗം വിട്ടോ വണ്ടി എന്ന് പറഞ്ഞു. ഇതേ നമ്മൾ പോർട്ടിലോട്ട് എത്തി. അപ്പോൾ ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ഈ ഹോട്ടലിലാണ് കേട്ടോ. കണ്ടിട്ട് അടിപൊളിയായിട്ടൊക്കെ തോന്നുന്നുണ്ട്. കയറി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് ആക്ച്വലി ഉണ്ടല്ലോ, ഇവിടുത്തെ വഴികളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഏതോ ഒരു സ്ഥലത്ത് പോയ പോലെ ഒരു ഫീലാണ് കേട്ടോ. ഇതിന് തൊട്ട് മുമ്പിലായിട്ട് തന്നെയാണ് ബീച്ച് വരുന്നത്. നല്ല വഴികളും കാര്യങ്ങളും ഒക്കെ ആട്ടോ, അതിനൊന്നും ഒരു പ്രശ്നവും വരുന്നില്ല. അപ്പോൾ ഇതിന് നമുക്കൊരു ബീച്ച് സൈഡ് റിസോർട്ട് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ പെടുത്തിയിട്ടാണ് അവർ നമുക്കിത് തന്നിരിക്കുന്നത്. ഇത് കേട്ടോ, അരീന ഐലൻഡ് റിസോർട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അവിടുന്ന് ഒരു 100 മീറ്ററിൽ താഴെ ഉള്ളൂ ബീച്ച് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞങ്ങൾക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഡ്രോൺ പ്രോപ്പറായിട്ട് കിട്ടുമോ. എന്തായാലും ഞങ്ങളുടെ ഡ്രോൺ അവർ കൃത്യസമയത്ത് തന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുവന്ന് തന്നു കേട്ടോ. അത് കാര്യത്തിലൊക്കെ പക്ക കാര്യങ്ങളായിരുന്നു. ഇതാട്ടോ നമ്മുടെ ഹോട്ടൽ വരുന്നത്, റിസോർട്ട് വരുന്നത്. നമ്മുടെ കയറി വരുമ്പോൾ തന്നെ ഭയങ്കര രസമാട്ടോ. ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമായിട്ടാണ് വരുന്നത്. നല്ല കിടിലൻ റിസോർട്ടാട്ടോ. നമ്മളെ ഫ്രണ്ട് വ്യൂ കണ്ടതൊന്നുമല്ല. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ പൂൾ ഉൾപ്പെടെ
ആക്ച്വലി ഇതൊരു ലക്ഷറി പാക്കേജ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. അമ്മാതിരി ഫെസിലിറ്റീസാണ് ഇവർ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സൈഡിലുള്ള വില്ലകൾ. പിന്നെ അതിൻ്റെ പുറകിൽ പൂളുണ്ട്. അപ്പോൾ നമുക്ക് പൂളിൻ്റെ അടുത്ത് തന്നെയുള്ള റൂമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ എല്ലാം ഭയങ്കര രസമാണ്. അവിടുത്തെ ആളുകൾ നേരെ വരുന്നു, നമ്മുടെ ലഗേജ് ഹാൻഡ് ഓവർ ചെയ്യുന്നു, എല്ലാം ഭയങ്കര സ്മൂത്തായിട്ടുള്ളൊരു ട്രാൻസാക്ഷനാണ് നടക്കുന്നത് എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര, എനിക്കാണെങ്കിലുണ്ടല്ലോ നമ്മൾ ഒരു ടെൻഷനും എടുക്കാതെ ഒരു ട്രിപ്പ് ഞാൻ പോകുന്നത് ആദ്യമായിട്ടാണ്. ഈവൻ ഞങ്ങൾ ഓൾ ഇന്ത്യ പോയപ്പോഴും അല്ലാതെ ഞാൻ പല സോളോ ട്രിപ്പുകൾ തന്നെ പോയപ്പോഴും എല്ലാം നമ്മൾ എവിടെ പോകണം, എങ്ങനെ പോകണം, എന്ത് ചെയ്യണം, ഇങ്ങനെ രാത്രി മൊത്തം നമുക്കിങ്ങനെ ടെൻഷനാണല്ലോ. ഇതങ്ങനെ യാതൊരു കുഴപ്പമില്ലാത്ത ഒരു ട്രിപ്പ് ആദ്യമായിട്ടാണ് കേട്ടോ. ആക്ച്വലി ഭയങ്കര സന്തോഷമാണ് എനിക്കാണെങ്കിൽ. കാരണം അത്ര എന്താ പറയുക, സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതേ നമ്മുടെ റൂമെന്ന് പറയുന്നത് 115 ആണ്. ലഗേജ് എല്ലാം പുള്ളി അതിൻ്റെ അകത്തെടുത്ത് വെച്ചു. ഞാൻ നിങ്ങളെ റൂം ഒന്ന് കാണിച്ചു തരാമേ. സോ ഇതാട്ടോ നമ്മുടെ റൂം. റൂം ഭയങ്കര അടിപൊളി, ഭയങ്കര അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്. ഇവിടെ നമുക്കൊരു സോഫ അല്ലെങ്കിൽ ഒരാൾക്ക് കൂടെ എക്സ്ട്രാ കിടക്കണമെങ്കിൽ അങ്ങനെ കിടക്കാനുള്ളൊരു ഫെസിലിറ്റീസ്, നല്ല വോം ലൈറ്റ്, പിന്നെ ഇത് ഇവിടെ AC യൂണിറ്റ് കാര്യങ്ങൾ. ഇവിടെ നമ്മുടെ ഒരു ടീ കോഫി യൂണിറ്റ് എന്നൊക്കെ പറയാവുന്ന സംഭവമുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജിൻ്റെ അകത്തൊന്നുമില്ല, പക്ഷേ നമുക്ക് വേണമെങ്കിൽ മേടിച്ചു വെക്കാം. ചിലയിടത്തൊക്കെ ഇങ്ങനെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വെക്കത്തില്ലേ. വാവ്, നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് കേട്ടോ. ടോയ്ലറ്റിൻ്റെ അകത്തും എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. നമ്മുടെ സോപ്പും നമ്മുടെ ബേസിക് ആയിട്ടുള്ള ബ്രഷ്, പേസ്റ്റ്, അങ്ങനെയുള്ള എല്ലാം അത് ഞങ്ങളുടെ പഴയ ഹോട്ടലിൽ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും ഒരു ലക്ഷറി ഫീൽ തന്നതാണ് അല്ലേ. അയ്യോ, നമുക്ക് സാഫറുകാർ ഏതായാലും നമുക്ക് വേണ്ട രീതിയിൽ അവരാ നമ്മുടെ പൈസ മേടിക്കുന്നതിന് കൃത്യമായിട്ടുള്ള സർവീസ് ആട്ടോ അവർ തരുന്നത്. കാരണം A to Z കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതെല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ. നമുക്കൊരു കാര്യം അവരോട് അല്ലെ നിങ്ങൾ ഇത് ചെയ്യണം, നിങ്ങൾ അങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറയേണ്ട ഒരു ആവശ്യമേ വന്നിട്ടില്ലെന്നുള്ളതാണ്. A to Z കാര്യങ്ങൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വന്ന പാടത്തെ നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡായിട്ടോ നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്തേക്കണേ. ബുഫേ ലഞ്ച് അല്ല, ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ജസ്റ്റ് നിങ്ങളിത് കാണിച്ചു പോകാം. ഇവിടെ മാംഗോ ജ്യൂസ് ഉണ്ട്, ഇഷ്ടംപോലെ സീരിയൽസ് ഉണ്ട്, സ്പ്രൗട്ട്സ് ഉണ്ട്, മിൽക്ക് ഉണ്ട്, പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട്. ഇത് ടോസ്റ്റാണ് കേട്ടോ. ടോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ പൂരി ബാജി ഉണ്ട്. ഇത് ബാജി ആയിരിക്കണം. പൂരി ബാജി ഉണ്ട്. പിന്നെ ഇഡ്ഡലി, ഇത് ദോശയാണ്. ദോശ വരുന്നുണ്ട്, ഇഡ്ഡലി വരുന്നുണ്ട്, പിന്നെ സാമ്പാർ വരുന്നുണ്ട്, അതിൻ്റെയൊക്കെ ചട്നികൾ വരുന്നുണ്ട്. ബോൾഡ് എഗ് ഉണ്ട്, പിന്നെ ബട്ടർ ആൻഡ് ജാം വരുന്നുണ്ട്. അപ്പം ആക്ച്വലി ഇതിനകത്ത് നമുക്ക് കുറേയേറെ കാര്യങ്ങൾ സെലക്ട് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട് കേട്ടോ. അതേതായാലും ഇഷ്ടപ്പെട്ടു. എനിക്ക് അധികം വിശക്കുന്നില്ല ആക്ച്വലി ഇന്ന്. പക്ഷേ എന്നാലും ഇനിയിപ്പോൾ കഴിച്ചില്ലെങ്കിൽ പണി കിട്ടിയാലോ. ഞാൻ കഴിച്ചിട്ട് തുടങ്ങാം നമുക്ക്. ജോമി ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്കട്ടെ. എങ്ങനെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്? ഒന്നും പറയാനില്ല. ആണോ? അത്രയും വിശന്ന് പോയതല്ലേ? ഇതുണ്ടോ, നമ്മുടെ റൂമിൻ്റെ തൊട്ട് മുകളിൽ തന്നെ കിട്ടിലാണ് ഒരു പൂളുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല നല്ല ആംബിയൻസ്, ക്ലീൻ പൂള്, അടിപൊളി ഇതായിട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയായി ആക്ച്വലി. എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അത്യാവശ്യം ഫെസിലിറ്റിയൊക്കെ ഉള്ള, അത്യാവശ്യം നന്നായിട്ട് ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളാണ് ഞാൻ. പക്ഷേ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർക്ക് ബഡ്ജറ്റ് ട്രാവൽ എനിക്ക് ഇഷ്ടമല്ലെന്നല്ല, ബഡ്ജറ്റ് ട്രാവൽ എനിക്ക് ഇഷ്ടമാണ്. ട്രാവൽ ചെയ്യുക എന്നാണല്ലോ അൾട്ടിമേറ്റ് നമ്മുടെ ഒരു ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത് ഈ ടൈപ്പ് ട്രാവലാണ് കേട്ടോ. കുറച്ച് നമ്മൾ എൻജോയ് ചെയ്ത്, കുറച്ച് റിലാക്സ്ഡ് ആയിട്ട്, കുറച്ച് എന്താ പറയുക, നമുക്ക് നമ്മുടേതായ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ട്രാവൽസാണ് ഞാൻ പ്രിഫർ ചെയ്തത്. ഐ എം സോ ഹാപ്പി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചെറിയൊരു കിഡ്സ് പൂള് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് പിള്ളേരുണ്ട്. അപ്പോൾ അവർക്ക് ആ കുട്ടിക്കൊക്കെ കളിക്കാനുള്ളൊരു കിഡ്സ് പൂളും ഉണ്ട്. പിന്നെ നമുക്ക് നീന്തി കളിക്കാനായിട്ട് അടിപൊളിയൊരു, ആക്ച്വലി എനിക്ക് ഇപ്പം തന്നെ ഇതിനകത്തേക്ക് ചാടാനാണ് തോന്നുന്നത്. പക്ഷേ ഞാൻ സ്കൂബ ഡൈവിങ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പം ഇതിനകത്ത് പോയി ചാടാൻ പറ്റത്തില്ല. പോയിട്ട് വന്നിട്ട് നമുക്ക് പൊളിക്കണം.